മഞ്ജു നമസ്കാരം. 3 വർഷം മലയാള സിനിമയിൽ നിന്ന് അല്പം ഒരു പീക്ക് ടൈമിൽ നിന്ന് മഞ്ജു പെട്ടെന്ന് മാറി. 14 വർഷത്തിന് ശേഷം മഞ്ജു മലയാള സിനിമയിലേക്ക് വളരെ ശക്തമായൊരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. മലയാളക്കര ആകെ മഞ്ജു വാര്യറിനെയും നിരുപമനെയും ഹവോൾഡ് ആര്യനെയും നെഞ്ചിലേറ്റി. ഒരു സംവിധായകൻ എന്ന നിലയിലും ആ ടീമിനെ നയിച്ച ഒരാളെന്ന നിലയിലും ഞങ്ങളെല്ലാം ഹാപ്പിയാണ്. മഞ്ജു വാര്യരോടൊപ്പം മഞ്ജുവിനെ ഒരിക്കലും ഞങ്ങളുടെ ടീമിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ അല്പനേരത്തേക്ക് ഞാൻ മാറ്റി നിർത്തി പറയാണ്, എന്ത് തോന്നുന്നു മഞ്ജു വാര്യർ? ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. ഞാൻ 3 വർഷം അഭിനയിച്ചിട്ടുള്ളൂ. അതിന് ശേഷം ഇത്രയും കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ അവസാനത്തെ സിനിമ ഇറങ്ങിയ ഒരു സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 16 വർഷമായി. 98-ലാണ് എൻ്റെ അവസാനത്തെ സിനിമ ഇറങ്ങിയത്. ഇപ്പോൾ 2014-ലാണ് അടുത്ത സിനിമ ഇറങ്ങുന്നത്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ നല്ലൊരു സ്വീകരണം, ഇത്രയും മനസ്സ് നിറഞ്ഞ് പ്രേക്ഷകർ തിരിച്ചെന്നെ സ്വീകരിക്കും എന്നുള്ളതൊന്നും എൻ്റെ ഏറ്റവും വൈൽഡസ്റ്റ് ആയിട്ടുള്ള സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് അതിലും കൂടുതൽ ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു നല്ല ചിത്രത്തിൻ്റെ ഭാഗമായിട്ട് തിരിച്ചു വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കൂടുതൽ അഭിമാനമായിട്ട് എനിക്ക് തോന്നുന്നത്. നല്ല ചിത്രം എന്ന് പറയുന്നതിനപ്പുറം എനിക്ക് തോന്നുന്നു മഞ്ജു ഒരുപാട് സ്ക്രിപ്റ്റുകൾ, ഒരുപാട് സംവിധായകർ മഞ്ജുവിനെ അഭിനയിപ്പിക്കാനായിട്ട് ശ്രമം നടത്തിയിരുന്നു. എന്തുകൊണ്ട് ഹവോൾഡ് ആർ യു? റോഷൻ തന്നെ അറിയാലോ, ആദ്യം വേറൊരു സിനിമയായിരുന്നു സംഭവിക്കാനിരുന്നിരുന്നത്. ഇതിൻ്റെ ഒരു നിയോഗം പോലെ അത് മാറിപ്പോവുകയും ഈ ഹവോൾഡ് ആർ യു എൻ്റെ ആദ്യത്തെ സിനിമയായിട്ട് വരികയുമാണ് ചെയ്തത്. അതൊരു നിയോഗം പോലെ ഒത്തു വന്നതാണ്. നമ്മളൊന്നും ഇത് പ്ലാൻ ചെയ്തതല്ലല്ലോ. ഈ ഒരുപാട് കൺഫ്യൂഷൻസ് ജീവിതത്തിൽ ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നുന്നു. ചില ഘട്ടങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെയുള്ള ഒരു കൺഫ്യൂഷൻസ് എവിടെയൊക്കെയുണ്ട് മഞ്ജുവിന്. ആ കൺഫ്യൂഷനിൽ നിന്നുകൊണ്ടാണോ ഹവോൾഡ് ആർ യു തിരഞ്ഞെടുത്തത്? തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് റോഷനിലും സഞ്ജു, ബോബി, ലിസ്റ്റിൻ ആ ഒരു ടീമിലുണ്ടായിരുന്നൊരു വിശ്വാസം എനിക്ക് വളരെ വലുതായിരുന്നു. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഈ 14 ഇയേഴ്സ് നമ്മൾ മലയാള സിനിമയിൽ നിന്നൊരു അഭിനയത്തിൽ മാറി. കാരണം മഞ്ജു നിന്നതൊരു പീക്ക് ആണ്. മഞ്ജു വാര്യർ എന്ന് പറയുന്നൊരു വലിയൊരു ആക്ട്രസ് മലയാള സിനിമയിൽ വരികയും മലയാള സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യുകയും മനുഷ്യൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുകയും പെട്ടെന്നാണ് മഞ്ജു മാറിപ്പോകുന്നത്. ഇപ്പോൾ പറയാറുണ്ട്, സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയുന്ന സമയത്താണ് മഞ്ജു നിർത്തിപ്പോയത്. ഈ 14 ഇയേഴ്സ് ശരിക്കും പറഞ്ഞൊരു ആക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ആക്ടർ നമ്മൾ പറയാറുണ്ട് ഒബ്സർവേഷൻ ചെയ്യുക. നമുക്കൊരു മനസ്സിലെപ്പോഴെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? ഈ അഭിനയം നിർത്തി ഞാൻ മാറി, എനിക്ക് ഇനിയും ചെയ്യണമെന്നുള്ളൊരു ത്രസ്റ്റ് മനസ്സിലെപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. അങ്ങനെ മിസ് ചെയ്ത് അയ്യോ എനിക്ക് ചെയ്യാമായിരുന്നു, ഇനിയും ചെയ്യാമായിരുന്നു, കാണുന്ന എല്ലാവരും എൻ്റെ അടുത്ത് പറയുമായിരുന്നു. പക്ഷെ അതൊക്കെ അവരെന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതായിരിക്കും, ഞാൻ ചെയ്ത കഥാപാത്രങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് പറയുന്നതായിരിക്കും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അല്ലാതെ അയ്യോ എനിക്ക് ഇനിയും ചെയ്യണമായിരുന്നു, ഞാൻ മിസ് ചെയ്യുന്നുണ്ട്, നഷ്ടമായി പോയി എന്നുള്ളതൊന്നും ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എപ്പോഴും തോന്നിയൊരു ചോദ്യം, മഞ്ജുനോട് എപ്പോഴെങ്കിലും ചോദിക്കണമെന്നുള്ള ചോദ്യം എനിക്ക് തോന്നിയിരിക്കുന്നത്, ഇപ്പം എൻ്റെ ഭാര്യയടക്കം ഞാൻ 6 സിനിമ ചെയ്തു. എൻ്റെ ഭാര്യയടക്കം മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ അങ്ങേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. എന്താണ് എൻ്റെ കാരണം? എന്താണ് എൻ്റെ ഒരു കാരണം? ഇങ്ങനത്തെ ഒരു നടിയെ ഞാൻ എൻ്റെ ഓർമ്മയിൽ പോലും ഞാൻ 12 വർഷമായി സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഞാൻ തുടങ്ങിയ ഒരാളാണ്. പക്ഷേ ഇത്രയും ക്രേസ് മഞ്ജു വാര്യർ ആഫ്റ്റർ 14 ഇയേഴ്സ് ഈ കാണുന്ന ജനത്തിരക്ക് കാണുമ്പോൾ ശരിക്കും ഈ 2-3 ദിവസത്തെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എന്താണ് മഞ്ജു വാര്യർ സ്വയം ചിന്തിക്കുന്നത്? എനിക്കിപ്പോഴും അതിനെക്കുറിച്ച് ഒരു ഉത്തരവും കിട്ടാത്തൊരു ചോദ്യമാണ്. അത് ആലോചിക്കും തോറും എനിക്ക് ദൈവത്തിനോട് കൂടുതൽ ഞാനിങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ കാരണം എനിക്ക് പറഞ്ഞുകൂടാ. ഏതൊരു സിനിമയിൽ ലാലേട്ടൻ പറയുന്നത് കേട്ടിട്ട് എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക് പറയുന്ന പോലെ എന്താ കാരണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെന്നും അങ്ങനെ ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. റോഷൻ എൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചില്ലേ, ഇനി ഞാൻ റോഷനോട് ചോദ്യം ചോദിക്കട്ടെ. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടായത് എപ്പോഴാണ്, ഏതൊരു മൊമെൻറ്റിലാണ് ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതൊന്നുകൂടി ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ നെഞ്ചത്തൊരു നര വന്നു. അപ്പം ഈ നരയെ കണ്ടപ്പോൾ ഈ നര ആദ്യം കാണുന്ന ദിവസം നമുക്ക് എല്ലാത്തിൻ്റെ ഒരു ഫസ്റ്റ് ഡേ ഇല്ലേ, ലൈഫിൻ്റെ എല്ലാ മൂമെൻറ്റ്സിലും ഒരു ഫസ്റ്റ് ഡേ ഉണ്ട് പലതും അല്ലേ. ആ തല്ല് കിട്ടുന്നത് ഇപ്പോൾ നമ്മുടെ ചേരൻ്റെ പടത്തിലൊരു പാട്ടുണ്ട്, അതുപോലെ തന്നെ പുതിയതായിട്ട് കിട്ടിയ എല്ലാത്തിനെയും പറ്റി പറയുന്നൊരു സോങ് ഉണ്ടായല്ല എന്ന് പറഞ്ഞ പോലെ ആദ്യമായി നര കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ നര എന്തുമാത്രം ഇനി മുൻപോട്ട് ഈ നര എന്നെ ബാധിക്കുമോ, ഇങ്ങനെ ചിന്ത വെറുതെ കയറി വന്ന് ഞാൻ വീണ്ടും പുറത്തൊരു പുഴ സൈഡുണ്ട്, ഞാൻ അവിടെ പോയിരുന്ന് കുറേ നേരം ആലോചിച്ചു നരയെപ്പറ്റി.
അപ്പോൾ പിന്നെ പെട്ടെന്ന് നരയെ പറ്റി ചിന്തിക്കുന്ന എത്ര പേര് കേരളത്തിലുണ്ടാവും? ഈ ഡൈ ചെയ്യാൻ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നരയെ മൈൻഡ് ചെയ്യാത്ത ആൾക്കാർ, പിന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ പെട്ടെന്ന് ദീപക് ചോപ്രയുടെ ഒരു പുസ്തകമുണ്ട്, അയാൾ ഗെറ്റിംഗ് ഏജ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നു. ഉടനടി ഞാൻ സഞ്ജുവിനെ വിളിച്ചു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ. ഞാൻ ഇങ്ങനൊരു സംഭവം വരുന്നു, പ്രായത്തെ പറ്റിയുള്ളൊരു സിനിമ നമുക്ക് ചെയ്യണം. ഏജ്, മനുഷ്യൻ ഏജിനെ എങ്ങനെ മറികടക്കാം ഒരാൾക്ക്, അങ്ങനത്തെ ഒരു തോട്ട് വന്നിട്ടാന്ന് പറയുമ്പോൾ ഒരു ഉഗ്രം തോട്ടാണ്, നമുക്കിത് വർക്കൗട്ടാക്കാമെന്ന്. കട്ട് ചെയ്ത് ഞാൻ ശ്രീനിയേട്ടനെ വിളിച്ചു. ഞാൻ ശ്രീനിയേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു ചിന്ത. അപ്പോൾ ഒരു സങ്കല്പമാണ്, നല്ലൊരു സങ്കല്പമാണ്, അത് ആലോചിക്കാവുന്ന ഒന്നാണെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിൽ ഈ ടൈറ്റിൽ വന്നു, ഹൗ ഓൾഡ് ആർ യു എന്ന് പറയുന്നൊരു, ആരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതിൽ വന്നു. ആ കഥയുടെ ആലോചനകൾ നടക്കുന്ന സമയത്താണ് ഇങ്ങനെ മഞ്ജു അഭിനയിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ശ്രീകുമാർ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ അറിയുന്നത്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഓപ്ഷൻസ് ഉണ്ട്, ആൾ ഒരുപാട് സ്ക്രിപ്റ്റുകൾ നോക്കുന്നുണ്ട്, അപ്പോൾ വൈ ഡോണ്ട് യു അപ്രോച്ച് ഹെർ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മഞ്ജുവിനെ കാണാൻ വരുന്നു. അതോടൊപ്പം തന്നെ മഞ്ജു ആ കഥ കേൾക്കുന്നു, മഞ്ജു ചെയ്യാന്ന് പറയുന്നു. നിരുപമ. പലരും വിചാരിച്ചിരിക്കുന്നത്, പലരും റോഷനോടും ചോദിച്ചു കാണും, മഞ്ജുവിന് വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണോ ഹൗ ഓൾഡ് ആർ യു, അതോ സിനിമ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലേക്ക് മഞ്ജു വന്ന് ചേർന്ന് സിനിമ ഉണ്ടായിക്കഴിഞ്ഞാൽ. കാരണം വേണമെങ്കിൽ ഇങ്ങനെ എനിക്ക് ടു ബി ഫ്രാങ്ക്, മഞ്ജുവിന് വേണ്ടി എഴുതപ്പെട്ട സിനിമയല്ല. മഞ്ജു അഭിനയിക്കാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും ഞങ്ങൾ കൂടുതൽ കൺസേൺഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം കഥ വന്നപ്പോഴും തോട്ട് വന്നപ്പോഴും ഒന്നും മഞ്ജു വാര്യർ ഇല്ല, കാരണം നമുക്കറിയത്തില്ല. കാരണം മഞ്ജു നിൽക്കുന്നൊരു തലം എവിടെയോ ആണ്, അല്ലേ, നമ്മളെ സംബന്ധിച്ചൊന്നും റീച്ചബിൾ അല്ലാത്ത. സീരിയസ്ലി യു ആർ സംവെയർ. പക്ഷെ ആദ്യം തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ അത് എടുത്ത് പൊട്ടിച്ച് കളഞ്ഞു ഞാൻ, കാരണം അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യിക്കാൻ പാടായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മനസ്സിലെപ്പോഴും ഒരു പുതിയ ആൾ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന, കാരണം മഞ്ജു അതുപോലെ എനിക്ക് ഫസ്റ്റ് ഡേ നമ്മൾ ആ മാരത്തോൺ എടുക്കുന്ന സമയത്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മഞ്ജു വന്നിട്ട് ആ ബ്രിഡ്ജിൻ്റെ സൈഡിൽ പോയിരുന്നു. അപ്പോൾ സാധാരണ ഒരു ആറ്റിറ്റ്യൂഡൊന്നും കാണിക്കാത്ത കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സംഭവം ഓക്കെയാണ്, വർക്കൗട്ടാവും മുൻപോട്ട്. സാപ്പൻ അവോൾഡാറിയു. അപ്പം എൻ്റെ ഭാഗ്യമാണ് ഇതിലേക്ക് വന്ന് ചേർന്നത്. ഞങ്ങളുടെ ഭാഗ്യം, ഞങ്ങളുടെ ടീമിൻ്റെ ഭാഗ്യം. നമ്മുടെ ടീം. നമ്മുടെ ടീം.